friends, today we are going to discuss a new chapter. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. അതിന്റെ പേരാണ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. ഒരു കോൺട്രാക്റ്റിന് അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ചില എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ട് അല്ലേ? എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. അത് അപ്പോൾ അതിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ രണ്ട് എലമെന്റുകളാണ് ലോഫുൾ ഒബ്ജക്റ്റ് ആൻഡ് ലോഫുൾ കൺസിഡറേഷൻ. അപ്പോൾ ലോഫുൾ ഒബ്ജക്റ്റിനെ കുറിച്ചും ലോഫുൾ കൺസിഡറേഷനെ കുറിച്ചുമാണ് വിശദമായിക്കൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അതെന്നുള്ളത് നമുക്ക് നോക്കാം. പറയുന്നു സെക്ഷൻ 10 പ്രകാരം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 10 പ്രകാരം all contracts made with the lawful object and consideration, എല്ലാ കരാറുകളും ലോഫുൾ ഒബ്ജക്റ്റ്, അതായത് നിയമപരമായ ഒരു വസ്തുവിന്റെ മുകളിൽ, അതുപോലെ തന്നെ ലോഫുൾ കൺസിഡറേഷൻ, പ്രോമിസർക്ക് ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം കൊടുത്തിരിക്കേണ്ടത്. അതായത് എല്ലാ കോൺട്രാക്റ്റുകളും ലോഫുൾ ഒബ്ജക്റ്റിന്റെയും ലോഫുൾ കൺസിഡറേഷന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം പറയുന്നു. പിന്നെ ലോഫുൾ ഒബ്ജക്റ്റ് മീൻസ്, ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ഇനി പറയുന്നത്. ലോഫുൾ ഒബ്ജക്റ്റ് മീൻസ് ഇന്റൻഷൻ ടു ഡു സംതിങ്, എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പെർമിസിബിൾ വിത്തിൻ ദ പ്രൊവിഷൻ ഓഫ് ദി ലോ, നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ശ്രദ്ധിക്കുക, നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി, എന്തിനെങ്കിലും പറയുന്ന പേരാണ് ലോഫുൾ ഒബ്ജക്റ്റ്. നിയമത്തിന്റെ പ്രൊവിഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യമായാലും അതിനെ നമുക്ക് എന്ത് പറയാം? ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുവാൻ സാധിക്കും. ലോഫുൾ ഒബ്ജക്റ്റ് മീൻസ് ഇന്റൻഷൻ ടു ഡു സംതിങ് പെർമിസിബിൾ വിത്തിൻ ദി പ്രൊവിഷൻ ഓഫ് ദി ലോ. ഓക്കെ, നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തെയും ഏതൊരു പ്രവൃത്തിയെയും എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, അത് നിയമത്താൽ അംഗീകരിക്കപ്പെട്ടതായിരിക്കണം. ഇനി അൺലോഫുൾ ആയിട്ടുള്ള ഏതാ? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. A, in consideration of rupees 10 lakh from B agrees to kill C. A എന്ന് പറയുന്ന വ്യക്തി B എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? C എന്ന് പറയുന്ന വ്യക്തിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ കൺസിഡറേഷൻ ലോഫുൾ ആണോ? ഇവിടെ ഒബ്ജക്റ്റ് ലോഫുൾ ആണോ? ഇവിടെ ഒബ്ജക്റ്റ് എന്താണ്? ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? കില്ലിംഗ് ആണ്. ഓക്കെ, കില്ലിംഗ് ഓഫ് C. C എന്ന വ്യക്തിയെ കൊല്ലുകയാണ്, കില്ലിംഗ് C. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് കില്ലിംഗ് ആയതുകൊണ്ട്, അൺലോഫുൾ ആയതുകൊണ്ട്, അല്ലേ, ഇന്ത്യൻ പീനൽ കോഡ് IPC പ്രകാരം പണിഷബിൾ ആയിട്ടുള്ള പ്രവൃത്തിയാണ് കില്ലിംഗ്. ആ കില്ലിംഗ് എന്ന് പറയുന്ന പ്രവൃത്തിയുടെ മുകളിലാണ് കരാർ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ലോഫുൾ ഒബ്ജക്റ്റ് ആണോ? അല്ല, അൺലോഫുൾ ഒബ്ജക്റ്റ് ആണ്. നിയമത്താൽ സാധൂകരിക്കാവുന്ന, നിയമത്താൽ അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതേ നമ്മൾ എന്ന് പറയുള്ളൂ ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കൊല്ലുക എന്ന പ്രവൃത്തിയാണ് കില്ലിംഗ്. ദാറ്റ് മീൻസ് അൺലോഫുൾ ഒബ്ജക്റ്റ് ആണ്. അത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം പണിഷബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കരാർ വോയിഡ് ആയിരിക്കും, സംശയമൊന്നുമില്ല, വോയിഡ് ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നിയമപരമായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒന്നിനെയാണ് നമ്മൾ ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. നിയമപ്രകാരം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒന്നിനെ, കൊടുക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒന്നിനെ, അതിനെ മാത്രമേ നമ്മൾ ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുകയുള്ളൂ. ഓക്കെ, നിയമത്താൽ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളുടെ മുകളിലാണ് കരാറിൽ ഏർപ്പെടുന്നത് എങ്കിൽ അതെന്താണ്? അൺലോഫുൾ ഒബ്ജക്റ്റ് ആണ്. ആ കരാറ് വോയിഡ് ആണ്. ഇനി നമുക്ക് നോക്കാം ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് അൺലോഫുൾ കൺസിഡറേഷനും അൺലോഫുൾ ഒബ്ജക്റ്റും ഉണ്ടാവുന്നത്. നിയമപരമല്ലാത്ത ഒബ്ജക്റ്റും നിയമപരമല്ലാത്ത കൺസിഡറേഷനും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. ഒന്നാമത്തെ സാഹചര്യമാണ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. നിയമത്താൽ നിരോധിക്കപ്പെട്ടതായ ഒരു കാര്യം, നിയമത്താൽ നിരോധിക്കപ്പെട്ടതായ ഒരു കാര്യത്തിന്റെ മുകളിൽ കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ വോയിഡ് ആണ്. എനി ആക്ടിവിറ്റി ദാറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, നിയമത്താൽ നിരോധിക്കപ്പെട്ടതാണെങ്കിൽ ആ കരാർ വോയിഡ് ആണ്. അവിടെ അൺലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ട്, അൺലോഫുൾ കൺസിഡറേഷനും ഉണ്ട്. എക്സാമ്പിൾ പറയുന്നു,
സെല്ലിംഗ് ഓഫ് സ്മഗ്ലിംഗ് ഗുഡ്സ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് സ്മഗ്ലിംഗ് ചെയ്തിട്ടുള്ള, കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ടാൽ അത് പ്രൊഹിബിറ്റഡ് ആണ്, ഫോർബിഡഡ് ആണ്, നിയമത്താൽ നിരോധിക്കപ്പെട്ട പ്രവൃത്തിയാണ്. സെല്ലിംഗ് ഓഫ് സ്മഗ്ലിംഗ് ഗുഡ്സ്, കള്ളക്കടത്ത് സാധനങ്ങൾ വിൽപ്പന നടത്തുന്നത് നിയമത്തിനെതിരാണ്, ഫോർബിഡൻ ചെയ്തിട്ടുള്ളതാണ്, നിയമത്താൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കള്ളക്കടത്ത് സാധനങ്ങൾ, സ്മഗ്ലിംഗ് സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ കരാറിൽ ഏർപ്പെട്ടാൽ അത് നിയമത്തിനെതിരായതുകൊണ്ട് തന്നെ അവിടെ അൺലോഫുൾ കൺസിഡറേഷനും അൺലോഫുൾ ഒബ്ജക്റ്റുമാണ് ഉണ്ടാവുക. കരാർ എന്തായിത്തീരും? വോയിഡ് ആയിട്ട് മാറും. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഇറ്റ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി അതർ ലോ. നമ്മൾ ഏർപ്പെടുന്ന കരാർ, ആ കരാർ മറ്റേതെങ്കിലും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അല്ലാതെ മറ്റേതെങ്കിലും ഒരു നിയമത്തിന്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷനെ പരാജയപ്പെടുത്തുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മൾ ഏർപ്പെട്ട കരാറ്, ആ കരാറ്, ആ എഗ്രിമെന്റ് ഏതെങ്കിലും ഒരു നിയമത്തിന് എതിരാണെങ്കിൽ, ഏതെങ്കിലും ഒരു നിയമത്തിന് എതിരാണെങ്കിൽ അവിടെ അൺലോഫുൾ കൺസിഡറേഷനും അൺലോഫുൾ ഒബ്ജക്റ്റും ഉണ്ടാവും. കരാർ എന്തായി മാറും? വോയിഡ് ആയിട്ട് മാറും. ഇനി ഏതൊക്കെ നിയമങ്ങളാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ, എനി ആക്ട് ഇൻ പാർലമെന്റ്. പാർലമെന്റിൽ ബില്ല് പാസ്സാക്കിയെടുത്ത് നിയമമായിട്ടുള്ള ഏതൊരു നിയമവും, കമ്പനീസ് ആക്ട്, പാർട്ണർഷിപ്പ് ആക്ട്, നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് ആക്ടും ആവാം. അതുപോലെ തന്നെ ഹിന്ദു ഓർ മുഹമ്മദൻസ് ലോ, ഹിന്ദു നിയമപ്രകാരമുള്ള ഏതെങ്കിലും പ്രൊവിഷൻ അതിനെ പരാജയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നമ്മുടെ എഗ്രിമെന്റ്, അല്ലെങ്കിൽ മുസ്ലിം നിയമത്തെ, മുഹമ്മദൻ നിയമത്തെ പരാജയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സിവിൽ പ്രൊസീജിയർ കോഡ് 1908 സിവിൽ പ്രൊസീജിയർ കോഡ് പോലെയുള്ള ഏതെങ്കിലും നിയമങ്ങളെ പരാജയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അവിടെ അൺലോഫുൾ കൺസിഡറേഷനും അൺലോഫുൾ ഒബ്ജക്റ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ കരാർ എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തേലേക്ക് പോകാം. ഇറ്റ് ഈസ് ഫ്രോഡുലന്റ്. ഫ്രോഡ്, ചതിക്കുന്ന, വഞ്ചനാപരമാണെങ്കിൽ, നമ്മൾ ഏർപ്പെടുന്ന എഗ്രിമെന്റ് ഫ്രോഡുലന്റ് ആണ്. വി ആർ മേക്കിംഗ് ദി കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ് ഫോർ ഫ്രോഡ് പർപ്പസ്, ഇന്റൻഷൻ ടു ഡിസീവ്, മറ്റൊരു വ്യക്തിയെ ചതിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ കരാറിൽ ഏർപ്പെടുന്നത് എങ്കിൽ, ഫ്രോഡുലന്റ് ആണെങ്കിൽ അവിടെ അൺലോഫുൾ കൺസിഡറേഷനും അൺലോഫുൾ ഒബ്ജക്റ്റീവുമാണ്. കരാർ എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. അത് പറയുന്നു. ഓക്കെ, എക്സാമ്പിൾ, കോൺട്രാക്ട് ഡിസീവ് ബാങ്ക്, ബാങ്കിനെ ചതിക്കുക, ബാങ്കിനെ വഞ്ചിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അല്ലേ ചെക്കുകൾ, ബാങ്ക് ചെക്ക്, ഇത് വണ്ടി ചെക്കുകളൊക്കെ കൊടുക്കുക, അതുപോലെ എന്ത് ചെയ്യുക, വ്യാജമായിട്ടുള്ള പേപ്പേഴ്സ്, വ്യാജമായ ചെക്കുകൾ, വ്യാജമായിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെയുള്ള സാമ്പത്തികമായിട്ടുള്ള തിരിമറികൾ അല്ലേ, മതിയായ ശരിയായ രേഖകൾ നൽകാതെ ലോൺ എടുക്കുക, ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാതിരിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കരാറിൽ ഏർപ്പെട്ടാൽ അത് എക്സാമ്പിൾ ആണ്. പിന്നെ ഇറ്റ് ഇൻവോൾവ്സ് ആൻ ഇൻജറി ടു എ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അതർ. ഒരു വ്യക്തിയുടെ വസ്തുക്കൾക്കോ ഒരു വ്യക്തിക്കോ എന്തെങ്കിലും ഇൻജറി, എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, മുറിവേൽപ്പിക്കുന്ന ഒരു കരാറിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് എങ്കിലും എന്താണ് അത്? അൺലോഫുൾ കൺസിഡറേഷനും അൺലോഫുൾ ഒബ്ജക്റ്റുമാണ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രോപ്പർട്ടി, വസ്തുവകകൾക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും അപകടം വരുത്തി വെക്കുന്ന രീതിയിലുള്ള കരാറിനാണ് മറ്റു വ്യക്തികൾ ഏർപ്പെടുന്നത് എങ്കിൽ ആ കരാറിൽ അൺലോഫുൾ കൺസിഡറേഷനും അൺലോഫുൾ ഒബ്ജക്റ്റുമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതാണ് എക്സാമ്പിൾ പറയുന്നത് ഡിപ്ലോമാറ്ററി ന്യൂസ് ഇൻ ആ ന്യൂസ് പേപ്പർ. അതായത് ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ന്യൂസ് പേപ്പറിന്റെ എഡിറ്ററെ കാണുന്നു, എഡിറ്ററെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, അയാൾക്ക് പറയണം, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന ആൾക്കെതിരെ ഒരു ഡിപ്ലോമാറ്ററി ആയിട്ടുള്ള, അപകീർത്തിപരമായിട്ടുള്ള ഒരു ന്യൂസ് കൊടുക്കണം. ആ എഡിറ്ററോട് പറയാണ് പത്രത്തിന്റെ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് 50,000 രൂപ തരാം. അപ്പോൾ ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന വ്യക്തി, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം, എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ എഡിറ്ററെ കാണാൻ പോകുന്നു. എ എന്ന് പറയുന്ന വ്യക്തിക്ക് സി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് മോശമായ ഒരു വാർത്ത ബിയുടെ പത്രത്തിൽ വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എയും ബിയും തമ്മിൽ ധാരണ എത്തുന്നു. എന്തിനു വേണ്ടിയിട്ട്? സി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് മോശമായ രീതിയിലുള്ള ഒരു വാർത്ത കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന വ്യക്തി 50,000 രൂപ കൊടുക്കുന്നു.
ബി എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർക്ക് കൊടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അയാൾ സിയെ കുറിച്ച് മോശമായിട്ടുള്ള വാർത്ത എഴുതുന്നു, ഡിഫമേറ്ററി ആയിട്ടുള്ള ന്യൂസ് എഴുതുന്നു. അങ്ങനെ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിക്കോ വസ്തുവകകൾക്കോ ഇഞ്ചുറി വരുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും എഗ്രിമെന്റ് ആണ് എങ്കിൽ, കോൺട്രാക്ട് ആണ് എങ്കിൽ അവിടെയും അൺലോഫുൾ കൺസിഡറേഷനും അൺലോഫുൾ ഒബ്ജക്റ്റുമായിരിക്കും. ഓക്കെ, അടുത്തത് ഇഫ് ഇറ്റ് ഇമ്മോറൽ. അടുത്തത് ധാർമ്മികതയ്ക്കെതിരായിട്ടാണെങ്കിൽ മൊറാലിറ്റി. നമുക്കറിയാം മൊറാലിറ്റിക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു ഇതൊന്നും പറയുന്നില്ല. ഓക്കെ, മൊറാലിറ്റി എന്ന് പറയുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോർട്ട് ഫിക്സ് ചെയ്യുന്നതാണ്, കോടതി നിരീക്ഷിക്കുന്നതാണ്, കോടതിയുടെ നിരീക്ഷണമാണ്, കോടതി നിരീക്ഷിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഒരു പ്രവൃത്തി ധാർമ്മികമാണ് അധാർമികമാണ് എന്ന് തീരുമാനിക്കുന്ന കോടതിയായിരിക്കും. ഓക്കെ, അല്ലാതെ ഏതെങ്കിലും ഗവൺമെന്റ് തീരുമാനിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഇമ്മോറൽ ആണ് മോറൽ ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ ധാർമ്മികതയിൽ ഊന്നിയതായിരിക്കണം, ധാർമ്മികത ഉണ്ടാവും. എല്ലാ പ്രവൃത്തികൾക്കും എന്തെങ്കിലും ഒരു മൊറാലിറ്റി ഉണ്ടാവണം. അത് മൊറാലിറ്റിക്ക് എതിരാണെങ്കിൽ, ഒരു കരാറ് മൊറാലിറ്റിക്ക് എതിരാണെങ്കിൽ, നമ്മുടെ സമൂഹത്തിലെ ധാർമ്മികതയ്ക്ക് മൊറാലിറ്റിക്ക് എതിരാണ് ഒരു എഗ്രിമെന്റ് എന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് വോയിഡാണ്. ഓക്കെ, ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ സർട്ടൻ വാല്യൂസ് കസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, ചില വാല്യൂസ് മൂല്യങ്ങളും ഒക്കെ. അപ്പൊ ഈ മൂല്യങ്ങൾക്കെതിരായിക്കൊണ്ട് നമ്മുടെ ധാർമ്മികതയ്ക്ക്, നമ്മുടെ ബിലീഫിന്, നമ്മുടെ എത്തിക്സിനൊക്കെ എതിരായിക്കൊണ്ടാണെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉള്ളത് എങ്കിൽ അതെന്താണ്, വോയിഡാണ്, സംശയമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് കോൺട്രാക്ട് ഫോർ എ പേഴ്സൺ, ബിറ്റ്വീൻ എ പേഴ്സൺ ഫോർ മാരേജ് ഓർ അതായത് പറയുന്നത് എന്താ വെച്ചാൽ വിത്തൗട്ട് മാരേജ്, അതായത് എ എന്ന് പറയുന്ന ഫാദർ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടെ മകളെ എന്ത് ചെയ്യുന്നു, അയാളുടെ കൂടെ ബി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വിട്ടുകൊടുക്കുകയാണ്. വിത്തൗട്ട് മാരേജ്, വിവാഹം കഴിപ്പിക്കാതെ. അങ്ങനെയാണെങ്കിൽ അത് മൊറാലിറ്റിക്ക് എതിരാണ്. അതുപോലെ തന്നെ ഡീലിംഗ് വിത്ത് പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട്, വേശ്യകളുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഇമ്മോറലാണ്. ഓക്കെ, അതുപോലെ തന്നെ കോഹാബിറ്റേഷൻ, നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആൾക്കാരുമായിട്ട് ഒരു പ്രോപ്പർ ഇതില്ലാതെ താമസിക്കുകയാണെങ്കിൽ, അതായത് ലീഗൽ ഒരു എവിഡൻസ് ഇല്ലാതെ നമ്മൾ ഒരു വിവാഹം കഴിക്കാതൊക്കെ മറ്റൊരാളുമായിട്ട് താമസിക്കുകയാണെങ്കിൽ അതൊക്കെ മൊറാലിറ്റിക്ക് എതിരാണ്. അത്തരത്തിൽ മൊറാലിറ്റിക്ക് ധാർമ്മികതയ്ക്ക് എതിരായിക്കൊണ്ടുള്ള ഒരു കരാറാണെങ്കിൽ കരാർ വോയിഡാണ്. അടുത്തത് ആറാമത്തത് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി. പബ്ലിക് പോളിസി എന്ന് വെച്ചാൽ നമ്മുടെ പബ്ലിക് വെൽഫെയർ, പൊതുക്ഷേമത്തിന്, ഒരു പൊതുവായിട്ടുള്ള സിസ്റ്റത്തിന്, സംവിധാനത്തിന് എതിരായിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തി, അതിനെയാണ് പബ്ലിക് പോളിസിക്ക് എതിരാവുക. പബ്ലിക് പോളിസി എന്ന് പറയുന്നത് ഉണ്ടായി തീരുന്നതാണ്, ഒരു ഗവൺമെന്റോ മറ്റോ ഫിക്സ് ചെയ്യുന്ന ഒന്നല്ല, തീരുമാനിക്കുന്ന ഒന്നല്ല പബ്ലിക് പോളിസി. അത് നമ്മുടെ സമൂഹത്തിന്റെ സാവധാനം ഒരു സംവിധാനമായി വളർന്നു വരുന്നതാണ്. അത്തരത്തിൽ പബ്ലിക് പോളിസിക്ക് എതിരായിക്കൊണ്ടാണ് നമ്മളുടെ ഈ കരാറെങ്കിൽ സംശയമില്ല അതെന്തെയും വോയിഡാണ്. അഡ്വൈസ്ലി എഫക്റ്റീവ് ടു ദി പബ്ലിക് പോളിസി, നമ്മൾ അഡ്വേഴ്സ്ലി ആയിട്ട് പബ്ലിക് പോളിസിക്ക് എതിരായിക്കൊണ്ടാണ് ഒരു കരാർ ഉണ്ടാകുന്നത് എങ്കിൽ, പബ്ലിക് വെൽഫെയറിന് എതിരായിക്കൊണ്ടാണ് ഒരു കരാർ ഉണ്ടാകുന്നത് എങ്കിൽ ആ കരാർ വോയിഡാണ്. ഓക്കെ, അവിടെ നോ കൺസിഡറേഷൻ, അൺലോഫുൾ അല്ല കൺസിഡറേഷനും അൺലോഫുൾ ഒബ്ജക്റ്റുമായിരിക്കും എന്നതാണ്. ഓക്കെ, ഇനി താഴെ പറയുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്, ശ്രദ്ധിക്കുക, ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് പബ്ലിക് പോളിസിക്ക്, പൊതുവായിട്ടുള്ള ഒരു നയത്തിന് എതിരായിക്കൊണ്ടുള്ള എഗ്രിമെന്റുകൾ വരുന്നത്. ഒന്നാമത്തെ ട്രേഡിംഗ് വിത്ത് ഏലിയൻ എനിമി. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഏലിയൻ എനിമിയും ഏലിയൻ ഫ്രണ്ടും, പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോയിൽ പഠിച്ചതാണ്. ഏലിയൻ എനിമി എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ചൈന എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഇന്ത്യ ചെറിയ യുദ്ധമുഖത്താണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏത് രാജ്യവുമായിട്ടാണോ യുദ്ധത്തിലുള്ളത് ആ രാജ്യം, ആ ഇതിനെ പറയുന്ന പേരാണ് ഏലിയൻ എനിമി. ആ രാജ്യത്തെ പറയുന്ന പേരാണ് ഏലിയൻ എനിമി. ഇപ്പൊ നമുക്ക് ചൈന പറയാം, പാകിസ്ഥാൻ പറയാം. ഓക്കെ, ഇനി ഏലിയൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാലോ, നമ്മളെടുത്ത് തന്നെ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം, നമ്മളതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അത് ഏലിയൻ ഫ്രണ്ടാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ ട്രേഡ് വിത്ത് ഏലിയൻ എനിമി വിത്തൗട്ട് ദ പ്രിയർ കൺസെന്റ് ഫ്രം ദി ഗവൺമെന്റ്.
ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള അനുവാദമില്ലാതെ ഏലിയൻ എനിമിയുമായിട്ട് ട്രേഡിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടാൽ അത് വോയിഡ് ആണ് എന്നുള്ളതാണ്. അത് പബ്ലിക് പോളിസിക്ക് എതിരാണ്, അതുകൊണ്ട് തന്നെ വോയിഡ് ആണ്. രണ്ടാമത്തെ, ഇന്റർഫിയറൻസ് ഇൻ കോഴ്സ് ഓഫ് ജസ്റ്റിസ്. കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ജഡ്ജിമാരെയോ മറ്റ് നിയമജ്ഞന്മാരെയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ സ്വാധീനിക്കുകയാണെങ്കിൽ, പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇന്റർഫിയറൻസ് ഇൻ കോഴ്സ് ഓഫ് ജസ്റ്റിസ്. നീതി വ്യവസ്ഥയിൽ, നീതി പ്രക്രിയയിൽ എന്ത് ചെയ്യുക, ഇടപെടുക. അത് പബ്ലിക് പോളിസിക്ക് എതിരാണ്. അത് പബ്ലിക് പോളിസിക്ക് എതിരാണ്. ഓക്കെ, ഏതൊരു പ്രതിക്കും അയാൾക്ക് നിയമപരമായ പരിരക്ഷ കിട്ടേണ്ട ആവശ്യമുണ്ട്. ഒരു വക്കീലിനെയൊക്കെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരാളെന്ത് ചെയ്യുക, ഇതിനൊക്കെ എതിരായി നിൽക്കുക, അതുപോലെ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക പണം കൊടുത്ത്, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പബ്ലിക് പോളിസിക്ക് എതിരാണ്. അതുപോലെ ട്രാൻസ്ഫർ ഇൻ പബ്ലിക് ഓഫീസ് സെയിൽ ചെയ്യുന്നതിനോ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ അത് പബ്ലിക് പോളിസിക്ക് എതിരാണ്. പബ്ലിക് ഓഫീസുകൾ, പൊതു ഓഫീസുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടോ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ അതാണ് ട്രാൻസ്ഫറിംഗ് പബ്ലിക് ഓഫീസ് ഓർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസ് പബ്ലിക് പോളിസിക്ക് എതിരാണ്. അതുപോലെ തന്നെ മാരേജ് ബ്രോക്കറേജ് എഗ്രിമെന്റ്, അറിയാലോ, ബ്രോക്കർമാർക്ക് കിട്ടുന്ന വരുമാനമാണ് ബ്രോക്കറേജ്. അപ്പോൾ ബ്രോക്കറേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരം കല്യാണവുമായി ബന്ധപ്പെട്ട ബ്രോക്കറേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് പബ്ലിക് പോളിസിക്ക് എതിരാണ്. അതുപോലെ തന്നെ എഗ്രിമെന്റ്സ് ക്രിയേറ്റിംഗ് ഇൻട്രസ്റ്റ് അഗൈൻസ്റ്റ് പ്രൊഫഷണൽ ഡ്യൂട്ടി, ഒരു വ്യക്തിയുടെ പ്രൊഫഷണൽ ഡ്യൂട്ടിക്ക് എതിരായിക്കൊണ്ട് എന്ത് ചെയ്യുക, എഗ്രിമെന്റ് വെക്കുക. ഒരു ഡോക്ടർ, അയാളുടെ ഉത്തരവാദിത്തമാണ് തന്റെ മുന്നിലെത്തുന്ന രോഗിയെ പരിശോധിക്കുക, അവർക്ക് വേണ്ട മരുന്ന് കൊടുക്കുക, അവരെ സൗഖ്യമാക്കുക എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വ്യക്തി ഡോക്ടറുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കരാറിൽ ഏർപ്പെടുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് രോഗി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ പബ്ലിക് പോളിസിക്ക് എതിരാണ്, വോയിഡ് ആണ്. അതുപോലെ എഗ്രിമെന്റ് ഇൻ ഡിസ്ക്രൈബിംഗ് ദി പാരന്റൽ ഡ്യൂട്ടി ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി മദർ, അമ്മയുടെ അഭാവത്തിൽ ഫാദർ ഇസ് ദ ഗാർഡിയൻ ഓഫ് എ മൈനർ ചൈൽഡ് ആണല്ലോ. ഫാദറാണ് ഒരു മൈനറായിട്ടുള്ള കുട്ടിയുടെ ഗാർഡിയൻ ആയിട്ടുള്ളത്. അപ്പോൾ പാരന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന അയാൾക്കാണ്. അമ്മയുടെ അഭാവത്തിൽ അച്ഛനാണെന്ത് ഒരു മകളുടെ ഗാർഡിയനായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള അച്ഛൻ്റെ ഗാർഡിയൻഷിപ്പിനെ തടയുന്ന രീതിയിൽ എന്തെങ്കിലും പണം കൊടുത്തുകൊണ്ട് അച്ഛനുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുക. അതായത് ആ ഫാദറിനോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ 50,000 രൂപ തരാം, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ മകനെ കാണാൻ വരരുത്, നിങ്ങളുടെ മകനെ സംരക്ഷിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, അവർക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണത്തിൻ്റെ മുകളിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ അത് പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ എഗ്രിമെന്റ് ഡിസ്ട്രൈനിങ് ടു ട്രേഡ്, വ്യാപാരത്തെ വ്യാപാരം കച്ചവടത്തെ തടയുന്നതിനുള്ള ഉടമ്പടി. അതായത് ഒരു രാജ്യത്തുള്ള ഒരു സിറ്റിസൺ അയാൾക്ക് അയാളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ട്രേഡ്, വ്യാപാരം നടത്തുന്നതിനോ, എന്തെങ്കിലും ബിസിനസ്, അയാളുടെ സ്കിൽ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബിസിനസ് നടത്തുന്നതിനോ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ, വക്കീൽ, ഡോക്ടർ, ടീച്ചർ പോലെയുള്ള ഒരാളുടെ കഴിവ് ഉപയോഗിച്ചിട്ടുള്ള അയാളുടെ പ്രൊഫഷൻ നടത്തുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലിയിൽ പ്രവേശിക്കുന്നതിനോ അയാൾക്ക് യാതൊരു വിലക്കുമില്ല. ഇന്ത്യൻ രാജ്യത്തുള്ള ഏതൊരാൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, കച്ചവടം തുടങ്ങാം, ബിസിനസ് തുടങ്ങാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഏതെങ്കിലും പ്രൊഫഷണൽ ജോലികളിലേക്ക് എന്ത് ചെയ്യാം, സ്കില്ലുണ്ടെങ്കിൽ, അതിനുള്ള കഴിവുണ്ടെങ്കിൽ, കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ അയാൾക്ക് പ്രവേശിക്കാം, അതിനൊരു പ്രശ്നവുമില്ല. എന്നാൽ അത്തരത്തിൽ ഒരു വ്യക്തിയെ വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിനോ ബിസിനസ്സിൽ ഏർപ്പെടുന്നോ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും വർക്കിൽ ഏർപ്പെടുന്നതിൽ നിന്നോ തടയുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ അല്ലെങ്കിൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ ആ എഗ്രിമെന്റ് വോയിഡ് ആണ്. ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയെ വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിന്, ബിസിനസ്സിൽ ഏർപ്പെടുന്നതിന്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യുന്നതിൽ നിന്നും വിലക്കുകയാണെങ്കിൽ, റിസ്ട്രെയിൻ ചെയ്യാൻ വിലക്കുക എന്നുള്ളതാണ്, തടയുകയാണെങ്കിൽ ആ കരാർ വോയിഡ് ആണ്. ഇനി താഴെ കൊടുത്തിട്ടുള്ളത് നോക്കാം, എക്സെപ്ഷൻസ് എന്നതാണ് ഒഴിവാക്കപ്പെട്ടത്. നമ്മൾ പറഞ്ഞല്ലോ, എഗ്രിമെന്റ് റിസ്ട്രെയിനിങ് ടു ട്രേഡ്, വ്യാപാരത്തെ തടയുന്നതായിട്ടുള്ള ഉടമ്പടി
വോയിഡ് ആണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഒരു വ്യക്തിയെ വ്യാപാരത്തിലോ ബിസിനസ്സിലോ പ്രൊഫഷണൽ ഡ്യൂട്ടിയിലോ ഏർപ്പെടുന്നതിനെ തടയുന്ന എഗ്രിമെന്റ്, ഉടമ്പടി എന്ന് പറയുന്നത് വോയിഡ് ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ആ പ്രിൻസിപ്പിളാണ് നമ്മൾ പഠിച്ചത്. ഈ പ്രിൻസിപ്പിളിന്, ഈ പറഞ്ഞ കാര്യത്തിന് എതിരായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും ചില സമയങ്ങളിൽ. അത് ഏതൊക്കെയെന്നുള്ളതാണ്. അതായത് ട്രേഡിനെ തടയുന്ന രീതിയിൽ ഉടമ്പടി വെച്ചാലും വോയിഡ് ആവാത്ത ചില കേസുകൾ ഉണ്ടാവും. അത് ഏതൊക്കെയെന്നുള്ളതാണ്. ഒന്നാമത് സെയിൽ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വില്ലിലെ ഒരു കമ്പനിയുടെ ഗുഡ്വിൽ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കമ്പനിയുടെ ഗുഡ്വിൽ മറ്റൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എ എന്ന് പറയുന്ന വ്യക്തിക്ക് അതേ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഒരു നിശ്ചിത കാലത്തേക്ക്, ഒരു നിശ്ചിത സമയത്തേക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു നിശ്ചിത സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അയാൾ ആ ബിസിനസിന്റെ ഗുഡ്വിൽ നേരത്തെ എന്ത് ചെയ്തു? വിറ്റുപോയി എന്നുള്ളത് കൊണ്ട്. രണ്ടാമത്തെ പാർട്ട്നേഴ്സ് എഗ്രിമെന്റ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റിന്റെ ബേസിൽ എന്ത് ചെയ്യാം? ചിലപ്പോ ഏതെങ്കിലും ഒരു പാർട്ട്ണറെ വ്യാപാരം നടത്തുന്നതിൽ നിന്നും തടയും. എങ്ങനെയെന്ന് വെച്ചാൽ എ ബി സി 3 ആളുകൾ, 3 പാർട്ട്നേഴ്സാണ് ഒരു കമ്പനിയിൽ 3 പാർട്ട്നേഴ്സാണ്. അവർ ബിസിനസ് തുടങ്ങി. അപ്പോൾ അവർ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നത് എ ബി സി എന്ന് പറയുന്ന പാർട്ട്നേഴ്സിൽ ആരും തന്നെ ഈ ബിസിനസ് അല്ലാതെ ഇതുപോലത്തെ ബിസിനസ് വേറെവിടെ തുടങ്ങാൻ പാടില്ല. എയും ബിയും സിയും ചേർന്നുകൊണ്ട് ചപ്പാത്തി കമ്പനിയാണ് തുടങ്ങിയത് പാർട്ട്ണർഷിപ്പിൽ. അതിൽ എ എന്ന് പറയുന്ന വ്യക്തിക്ക് പുറത്തു പോയിട്ട് അല്ലെങ്കിൽ അതേ ലൊക്കാലിറ്റിയിൽ തന്നെ സ്വന്തമായിട്ട് ആ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, നിശ്ചിത കാലത്തേക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എപ്പോഴാണോ നേരത്തെയുള്ള പാർട്ണർഷിപ്പ് അവസാനിക്കുന്നത് അതുവരെയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യും? അതേ ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യും? തടയപ്പെടും. അത് വോയിഡ് അല്ല. പാർട്ട്നേഴ്സിന്റെ എഗ്രിമെന്റ് പ്രകാരം ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സിനെ സമാനമായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയാൽ അത് വോയിഡ് അല്ല, വാലിഡാണ്. അതുപോലെ ട്രേഡ് കോമ്പിനേഷൻ, മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനും ലൈസൻസിങ്ങുമൊക്കെ ബന്ധപ്പെട്ട് ട്രേഡ് കോമ്പിനേഷൻസ് കൊടുക്കാറുണ്ട്. ട്രേഡ് കോമ്പിനേഷൻസിന്റെ കേസിലും എന്താണ്? വോയിഡ് അല്ല. ഇങ്ങനെ വ്യാപാരത്തിൽ ഒരു വ്യക്തിയെ തടഞ്ഞാൽ അത് വോയിഡ് അല്ല. അതുപോലെ തന്നെ സർവീസ് കോൺട്രാക്റ്റുകൾ. ഓക്കെ, സർവീസ് കോൺട്രാക്റ്റുകൾ പറയുന്നത് എന്താണ്? സർവീസ് കോൺട്രാക്റ്റുകളിൽ പറയുന്നത് എന്താ വെച്ചാൽ സർവീസിന്റെ ബേസിൽ ഒരു എംപ്ലോയറും എംപ്ലോയിയും ഉണ്ട്. എംപ്ലോയറുടെ ബിസിനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ ഒരു എംപ്ലോയി മറ്റു വ്യക്തികളുമായിട്ട് അതേ സർവീസ് ചെയ്യാൻ കോൺട്രാക്ട് ഏർപ്പെട്ടാൽ അവിടെ പ്രശ്നമില്ല. ഓക്കെ, അവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. ആ കരാർ വാലിഡാണ്. കാരണം എംപ്ലോയറുടെ ബിസിനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ സർവീസ് കോൺട്രാക്ട് നടത്തുകയാണെങ്കിൽ അവിടെ എന്താണ്? കോൺട്രാക്ട് വോയിഡ് അല്ല, വാലിഡാണ്. ട്രേഡ് കോമ്പിനേഷൻസിന്റെ കേസിൽ ചിലപ്പോൾ വാലിഡാണ്. പാർട്ട്നേഴ്സ് എഗ്രിമെന്റ് പ്രകാരം എന്ത് ചെയ്യും? ഇങ്ങനെ എഗ്രിമെന്റ് വ്യാപാരം തടയുന്നത് ഇവിടെ ചെയ്യുന്നുണ്ട്. പാർട്ട്നേഴ്സിന് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സെയിൽ ഓഫ് ഗുഡ്വില്ലിന്റെ കേസിലും വ്യാപാരത്തെ തടയുന്നതിൽ നിന്നും വിലക്കുന്നുണ്ട്. ഓക്കെ, അതാണ് വോയിഡ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ലീഗാലിറ്റി, ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.